തോട്ടിലോ പാടത്തോ ഒന്നുമല്ല, നടു റോഡിലാണ് ഈ വണ്ടി പുതഞ്ഞതാണത്. അതും ആയിരക്കണക്കിന് പിള്ളേർ പഠിക്കുന്ന അമരവള LMS സ്കൂളിന്റെ ഫ്രണ്ട് വശത്ത്. ഇതുപോലെ റോഡിലെ കുഴിയിൽ വീണ് കേടുപറ്റിയാൽ അഥവാ വണ്ടി പുതഞ്ഞാൽ 100% നഷ്ടപരിഹാരം കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമോ? ആൾക്ക് പരിക്കില്ലെങ്കിലും വണ്ടിയുടെ കേടുപാടിനും മാനസിക ബുദ്ധിമുട്ടിനും ധൈര്യമായി ക്ലെയിം ചെയ്യാം. ഒരൊറ്റ മാസത്തിനുള്ളിൽ തന്നെ ഫുള്ള് കാശും സെറ്റിൽമെന്റ് ആകും. റോഡിലെ കുഴികൾ അപ്പം അടയ്ക്കണമെന്നുള്ളതാണ് നിയമം. അല്ലാത്ത പക്ഷം അത് റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വകുപ്പിന്റെ വീഴ്ച അഥവാ നെഗ്ലിജൻസ് ആണ്. അതിൽ പഞ്ചായത്ത് സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറി, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, NHAI പ്രോജക്ട് ഡയറക്ടർ എന്നിവരെല്ലാം തന്നെ സമാധാനം പറഞ്ഞേ മതിയാകൂ. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാതിരിക്കുന്ന ഇത്തരം റോഡുകളിൽ ടാക്സ് അടയ്ക്കുന്ന ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങളും 100% ക്യാഷ് തിരിച്ചു കിട്ടുന്നതിന് പരാതി കൊടുക്കേണ്ടത് എങ്ങനെയെന്നും വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വീഡിയോ സേവ് ചെയ്ത് വെച്ചാൽ തീർച്ചയായും പിന്നീട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒന്ന്, ആർക്കെതിരെ പരാതി കൊടുക്കണം? അപകട സ്ഥലം പഞ്ചായത്ത് റോഡാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയും, മുനിസിപ്പൽ റോഡാണെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറിയും, PWD റോഡാണെങ്കിൽ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും, നാഷണൽ ഹൈവേ ആണെങ്കിൽ NHAI പ്രോജക്ട് ഡയറക്ടറുമാണ് ഇതിന് ഉത്തരവാദികൾ. ഇവരെ പ്രതികളാക്കിയാണ് നമ്മൾ കേസ് കൊടുക്കേണ്ടത്. എന്തൊക്കെ നഷ്ടപരിഹാരം കിട്ടും? ഒന്ന്, വണ്ടിയുടെ റിപ്പയർ ചെലവ്. ഒന്നുകിൽ ബില്ല് മുഴുവൻ, അതായത് ബമ്പർ, ടയർ, അലോയ് വീൽ, സസ്പെൻഷൻ, എഞ്ചിൻ ഗാർഡ് ഉൾപ്പെടെ എല്ലാത്തിനും 100% ക്ലെയിം ചെയ്യാം. രണ്ട്, ടോയിങ് ചാർജ്. ഇതുപോലെ കുഴിയിൽ നിന്നും വണ്ടി കയറ്റാൻ വന്ന റിക്വയർ വാൻ, ട്രെയിൻ എന്നിവയ്ക്കുള്ള ഫുൾ പേയ്മെന്റ് ക്ലെയിം ചെയ്യാം. മൂന്ന്, ടാക്സി ഓർ ഓട്ടോ വാടക. വണ്ടി വർക്ക്ഷോപ്പിൽ കിടക്കുന്ന അത്രയും ദിവസത്തെ നിങ്ങളുടെ യാത്രയ്ക്കുള്ള കംപ്ലീറ്റ് ചെലവ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാം. നാല്, ഡിപ്രീസിയേഷൻ. പുതിയ വണ്ടിയാണെങ്കിൽ ആക്സിഡന്റ് ഹിസ്റ്ററി കാരണം വില കുറയുന്ന അനുസരിച്ചുള്ള തുക നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അഞ്ച്, മാനസിക ബുദ്ധിമുട്ട്. മിനിമം 10,000 രൂപ മുതൽ നിങ്ങളുടെ നിലവിലെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടിന് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ഇത്തരം സാഹചര്യങ്ങളിൽ ഉടനെ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഘട്ടം 1, തെളിവ് ശേഖരിക്കുക. വണ്ടി കുഴിയിൽ വീണ് കിടക്കുന്നതും വണ്ടിയുടെ നമ്പർ പ്ലേറ്റും വ്യക്തമായി കിട്ടുന്ന വിധത്തിലുള്ള വീഡിയോ എടുക്കുക. 2, ദൃക്സാക്ഷികളായി കൂടെ ഉണ്ടായിരുന്നവരുടെയും 2 നാട്ടുകാരുടെയും പേരും ഫോൺ നമ്പരും എഴുതി വാങ്ങുക. 3, 100 ഡയൽ ചെയ്ത് പോലീസിനെ വിളിക്കുക. നിർബന്ധം GD എൻട്രി ചെയ്യിപ്പിക്കുക. FIR കിട്ടില്ല, പക്ഷേ GD എൻട്രിയിൽ റിപ്പോർട്ട് ചെയ്തു വന്ന സർട്ടിഫിക്കറ്റ് ചോദിച്ചു വാങ്ങുക. ഇത് വളരെയേറെ പ്രധാനമാണ്. 4, ബില്ലുകൾ. വർക്ക്ഷോപ്പ് എസ്റ്റിമേറ്റ്, ടോയിങ് ചാർജ്, റിപ്പയർ ചാർജ് എന്നിവ കഴിവതും GST ബില്ലായി തന്നെ വാങ്ങി സൂക്ഷിക്കുക. ഘട്ടം 2, നഷ്ടപരിഹാരത്തിന് ലെറ്റർ അയക്കുക. കുഴി കാരണം വാഹനം തകർന്നു, നഷ്ടപരിഹാരം വേണമെന്നകത്ത് ഫോട്ടോ സഹിതം പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റിക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയക്കുക. 7 ദിവസത്തിനുള്ളിൽ തന്നെ മറുപടി വേണമെന്നതും എഴുതുക. 2, ഓൺ ഡാമേജ് പോളിസി ഉണ്ടെങ്കിൽ മാത്രം റോഡ് ഡാമേജ് ഡ്യൂ ടു പോത്തോൾ എന്നെഴുതി ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിം ചെയ്യുക. പക്ഷേ നോ ക്ലെയിം ബോണസ് നഷ്ടമായിരിക്കും. അതുകൊണ്ട് റിപ്പയർ 15,000 താഴെയാണെങ്കിൽ കേസുമായി മുമ്പോട്ട് പോവുകയാണെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഒന്ന് ഡയറക്റ്റ് വാങ്ങുന്നതാണ് ലാഭം. ഘട്ടം 3, കേസ് കൊടുക്കേണ്ടത് എവിടെയൊക്കെ? 1, ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റെഡ്രസൽ കമ്മീഷൻ, തിരുവനന്തപുരം. 5 ലക്ഷത്തിന് താഴെയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന ക്ലെയിം തുകയെങ്കിൽ വെറും 200 രൂപ മാത്രമേ അവിടെ അപേക്ഷയ്ക്കൊപ്പം വേണ്ടിവരുള്ളൂ. 3 മുതൽ 6 മാസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പരാതി കൊടുക്കാം. വക്കീല് വേണമെന്നില്ല, പരാതിക്കാരന് സ്വയം വാദിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. 2, സിവിൽ സ്യൂട്ട്. നഷ്ടം 1 ലക്ഷത്തിന് താഴെയാണെങ്കിൽ മാത്രം ഒരു വക്കീലിനെ സമീപിച്ച് മുൻസിഫ് കോടതിയിൽ പരാതി കൊടുക്കുക. അതൊരു പക്ഷേ 1-2 വർഷം വരെ നീണ്ടുപോയേക്കാം. എങ്കിലും തെളിവുണ്ടെങ്കിൽ വിധി നിങ്ങൾക്ക് തന്നെ അനുകൂലമായിരിക്കും. 3, ലോക് അദാലത്ത്. ഇവിടെ DSLA അഥവാ ഡയറക്റ്റ് ലീഗൽ സർവീസ് അതോറിറ്റി വഴി 100% സൗജന്യമായി ഒരു വക്കീലിനെ നിങ്ങൾക്ക് കിട്ടും. DSLA വഴി പഞ്ചായത്തിനെയോ മുനിസിപ്പാലിറ്റിയോ വിളിപ്പിച്ച് ക്യാഷ് സെറ്റിൽമെന്റ് ചെയ്ത് ഒത്തുതീർപ്പാക്കി തരികയും ചെയ്യും. ഒരൊറ്റ മാസത്തിൽ തന്നെ കാര്യം നടന്നേക്കുമെന്ന് മാത്രമല്ല, സേവനം എന്നത് തികച്ചും ഫ്രീ ആയിരിക്കും. തിരുവനന്തപുരം ജില്ലയിൽ വഞ്ചിയൂരാണ് DSLA ഉള്ളത്. ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. കുഴിയുള്ള റോഡുകൾ എന്ന് പറഞ്ഞാൽ അത് ഡെഫിഷ്യൻസി ഓഫ് സർവീസ് ആണ്. ചോദ്യം ചെയ്യേണ്ടുന്ന അവകാശം ഓരോ പൗരനും ഉണ്ട്. ബന്ധപ്പെട്ടവർ ഉത്തരം പറഞ്ഞ് മതിയാകും. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ പണിഞ്ഞില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് അറിയാൻ പാടില്ലാത്ത മേലധികാരികളുടെ ഓർമ്മപ്പെടുത്തലിലേക്കായി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം അക്കൗണ്ട് ഫോളോ ചെയ്ത് കൂടെ കൂടിയോ. നിങ്ങളുടെ സ്വന്തം ട്രിവാൻഡ്രം സിംഗ്.